വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സാർ. ആശാ വർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചെത്തിയതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും ചർച്ചയായി മാറിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടിയേറ്റ തൊഴിലാളി വിരുദ്ധ പരാമർശങ്ങളാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളെ ആട്ടി ഓടിക്കണമെന്നും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം കുറക്കുന്നതിനെ കുറിച്ചും പരാമർശിക്കുന്ന ഒരു വീഡിയോയാണ് നിലവിൽ വൈറലായി പ്രചരിക്കുന്നത്. ആദ്യം ബംഗാളികളെ അടിച്ചോടിക്കണമെന്നും പിന്നെന്തിനാണ് ഇവിടുത്തെ ആളുകൾ പട്ടിണിയാണെന്ന് പറയുന്നതെന്നും ചോദിച്ച സുരേഷ് ഗോപി തന്റെ പറമ്പ് വൃത്തിയാക്കാൻ 1300 രൂപയോളമാണ് ഇവർ വാങ്ങിയതെന്നും ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അവർ കൊണ്ടുവന്ന കൈക്കോട്ടിനും കൊട്ടയ്ക്കും 100 രൂപ വാടകയും വാങ്ങിയെന്നും അതിനാൽ താൻ ട്രാക്ടർ അടക്കം തന്റെ പറമ്പിൽ വാങ്ങിച്ചിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട്. അതേസമയം ബംഗാളികളെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും താരതമ്യം ചെയ്തും സുരേഷ് ഗോപി സംസാരിക്കുന്നുണ്ട്. വളരെ കൃത്യസമയത്ത് വന്ന് നിശ്ചിത സമയത്ത് മാത്രമേ ഭക്ഷണം പോലും കഴിക്കുമെന്നും 5 മണിയായാൽ മാത്രമേ ജോലി കഴിഞ്ഞ് ബംഗാളികൾ പോകുമെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട്. എന്നാൽ നേരെ മറിച്ച് കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ തന്റെ അടുത്ത് വന്ന് കെഞ്ചുമെന്നും മക്കൾ സ്കൂളിൽ പോയി തിരിച്ചു വന്നാൽ ഒറ്റയ്ക്കാവുമെന്നും അതുകൊണ്ട് 3 മണിയാകുമ്പോൾ ജോലിയിൽ നിന്നും പൊയ്ക്കോട്ടെ എന്നൊക്കെ ചോദിക്കുമെന്നും സുരേഷ് ഗോപി പറയുന്നു. എന്നാൽ ഇവരുടെ കൂലി 400 രൂപയിൽ നിന്നും ഒരു 100 രൂപ കുറച്ചോട്ടെ എന്ന് ചോദിച്ചാൽ അവർക്കത് പറ്റില്ലെന്നും സുരേഷ് ഗോപി പരിഹസിക്കുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ നിരവധി വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. സിനിമകൾക്ക് കോടികൾ പ്രതിഫലം വാങ്ങുന്ന സുരേഷ് ഗോപിയാണ് 1300 രൂപയുടെ കണക്ക് പറയുന്നത് എന്നടക്കമുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ഔദ്യോഗിക പദവിയിൽ ഇരിക്കുകയും രാജ്യത്തിന്റെ പൊതുവായ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും വിള്ളലുകൾ ഏൽപ്പിക്കുന്ന ജനങ്ങൾക്കിടയിൽ വിദ്വേഷം പടർത്തുന്ന ഇത്തരം പ്രസ്താവനകൾ നടത്താൻ കേന്ദ്രമന്ത്രി സ്ഥാനം ഉപയോഗപ്പെടുത്താൻ സുരേഷ് ഗോപിക്ക് യാതൊരു അധികാരവുമില്ലെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ടെന്നും സാമൂഹിക പ്രവർത്തകനും എഴുത്തുകാരനുമായ കെ സഹദേവൻ പറയുന്നു. സുരേഷ് ഗോപി ബംഗാളി തൊഴിലാളികൾക്കെതിരെ ഇത്തരമൊരു പ്രസ്താവന നടത്തുന്നത് യാദൃശ്ചികമായ ഒരു കാര്യമല്ലെന്നും തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം എവിടെയും എക്കാലത്തും എടുത്തുപയോഗിക്കുന്ന കുടിയേറ്റ വിരുദ്ധ മനോഭാവത്തിൽ നിന്ന് ഉയർന്നു വരുന്ന വിദ്വേഷ രാഷ്ട്രീയം തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഈ വിഷം തേടിയ പ്രസ്താവനയിലും കാണാൻ കഴിയുന്നതെന്നും സഹദേവൻ പറയുന്നു. ബംഗാളികൾ കൊണ്ടുവന്ന കൈക്കോട്ടിനും കൊട്ടയ്ക്കും 100 രൂപ വാടക വാങ്ങിയതിന് ട്രാക്ടർ അടക്കം തന്റെ സ്ഥലത്ത് വാങ്ങിയിട്ട് എല്ലാവർക്കും മാതൃക ആയിരിക്കുകയാണ് നമ്മുടെ സഹമന്ത്രി സുരേഷ് ഗോപി. അദ്ദേഹത്തിന്റെ കിരീടത്തിൽ മറ്റൊരു പൊൻതൂവൽ കൂടെ. ആദ്യം ഈ ബംഗാളികളെ ഇവിടുന്ന് അടിച്ചു, പിന്നെന്തിനാ ഇവിടുത്തെ ആൾക്കാർ പട്ടിണിയാണെന്ന് പറയുന്നത്? ഇതിനാ ഈ പട്ടിണി ബ്രാക്കറ്റ് നമ്മൾ വളർത്തുന്നത്? 1300 രൂപയാണ് ഞാനിപ്പോ എന്റെ പറമ്പിലെ കാട് പറിക്കാൻ 2 ബംഗാളികളെ നിർത്തിയത്. 1300 രൂപയാണ് കൊടുത്തത്.